കൊലയ്യപ്പെട്ടിട്ടുള്ള രക്തസാക്ഷിയായ ധനരാജൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടി പിരിച്ച 1 കോടി രൂപയിലധികം ഫണ്ട് പിരിക്കുകയും ആ ഫണ്ട് ഏകദേശം പകുതിയോളം ഫണ്ട് ഈ ടി.ഐ. മധുസൂദനൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതൃത്വം അവിടുന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. പണ്ടൊക്കെ ഈ സഖാക്കളൊക്കെ പാടുന്ന പാട്ടുണ്ട്, പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ എന്ന്. ഇപ്പം പാട്ട് മാറ്റി പയ്യന്നൂർ അറിയാമോ, സഖാക്കളെ അറിയാമോ, രക്തസാക്ഷി ഫണ്ട് മുക്കിയ കാട്ടുകള്ളന്മാരെ അറിയാമോ എന്ന രൂപത്തിലേക്ക് സഖാക്കൾ തന്നെ പാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ മാത്രമല്ലല്ലോ, ഇത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. CPM-ന്റെ കണ്ണൂരിലെയും അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലൊക്കെ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവണതയാണ് രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കുക, ബാങ്ക് കൊള്ള നടത്തുക, തട്ടിപ്പ് നടത്തുക. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന സംഘമായി CPM മാറിയിരിക്കുന്നു. പണാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദുർനടപ്പിൻ്റെയും എല്ലാം വക്താക്കന്മാരായി CPM നേതൃത്വം മാറുന്നുവെന്ന് ആ പാർട്ടിക്കകത്ത് തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരായ ആളുകൾ ഈ നാടിനോട് വിളിച്ചു പറയുന്നത്. അപ്പം ഞങ്ങൾക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. കുഞ്ഞിക്കൃഷ്ണനെ പോലെയുള്ള CPM-ന്റെ നേതാവിനെ അവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് ഇത്തരം പറയിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടമില്ല. പക്ഷേ ആ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ വസ്തുതാപരമാണെന്ന് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും അറിയാം. തീർച്ചയായും ഒരു MLA ആണ് ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. MLA ആണ് ഈ തട്ടിപ്പ് നടത്തിയത്. 1, രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കി. 2, ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാജ റെസീറ്റ് അടിച്ചുകൊണ്ട് ആ റെസീറ്റ് അടിച്ച് പണം പിരിച്ചു. തെരഞ്ഞെടുപ്പിൽ വ്യാജ റെസീറ്റ് അടിച്ച് പണം പിരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പിരിച്ച ഫണ്ടിന്റെ കണക്കില്ല എന്നൊക്കെ പറയുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇന്ന് വരെ ഇന്ന് പാർട്ടി നടപടി എടുത്ത് പുറത്താക്കുന്നവരെ അദ്ദേഹം ആ പാർട്ടിക്കകത്ത് ഏറ്റവും ശക്തനായ കേഡറും നേതാവുമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലില്ലേ. അപ്പോൾ ആ വിഷയം വന്നപ്പോൾ സ്വാഭാവിക MLA-ക്കെതിരായി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ സമീപകാലത്ത് നമ്മൾ കണ്ടത്? MLA-ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ കൈകാര്യം ചെയ്യാണ്. DYFI-യുടെ CPM-ന്റെ ഒരു പറ്റം ഈ ടി.ഐ. മധുസൂദനന്റെ ഗുണ്ടകളായി നിൽക്കുന്ന കുറെ ഗുണ്ട ക്രിമിനൽ സംഘമുണ്ട് പയ്യന്നൂർ. അവരാണ് ഇന്നലെ കോൺഗ്രസിന്റെ നേരെ കോൺഗ്രസ് നേതാക്കന്മാരെ അതിക്രൂരമായി ആക്രമിച്ചത്. മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടണോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഈ നാട് CPM-ന്റെ MLA രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന് ആ പാർട്ടിക്കകത്ത് നേതാവ് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആര് പറയുന്നത്? ഇതെന്താ ബംഗാളാണോ? ബംഗാൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതെന്ന് CPM മനസ്സിലാക്കണം. അപ്പോൾ ഇത് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നതിനപ്പുറത്തേക്ക് P. ജയരാജനെതിരായും ഇതേ ആരോപണം DYFI ജില്ലാ സെക്രട്ടറി മനു തോമസ് ഉയർത്തിയിരുന്നു. ഇതുപോലെ നമ്മൾ ചർച്ച നടത്തിയതാണ്. അതും ഇതുപോലെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും അതോടൊപ്പം തന്നെയുള്ള മാഫിയ സംഘങ്ങൾക്കും തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അന്ന് മനു തോമസ് പറഞ്ഞത്. അതിനൊരു മറുപടിയും ഇതുവരെ P. ജയരാജൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇവരൊക്കെ തന്നെ പല ഘട്ടത്തിലും പല നേതാക്കന്മാരും ഇത്തരം മാഫിയ സംഘങ്ങളുടെയും കള്ളപ്പണക്കാരുടെയും കൊള്ളക്കാരുടെയും ഫണ്ട് മുക്കികളുടെയും ആളുകളായി മാറുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. മാത്രമല്ല ധനാഢ്യന്മാർ സമ്പന്നന്മാരുമായി മാറിയ പാർട്ടിയായി മാറിയില്ല ഈ പാർട്ടി. E.P. ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, കണ്ണൂരിലെ പിണറായിയും ഗോവിന്ദൻ മാഷും കഴിഞ്ഞ വലിയ പ്രമുഖ നേതാവല്ലേ, ഈ E.P. ജയരാജന്റെ ആ ഭാര്യ ആരോടൊപ്പമാണ് ബിസിനസ് നടത്തുന്നത്? റിസോർട്ട് ബിസിനസ് നടത്തുന്നത് ഇന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി ഒന്നിച്ചാണ്. വൈദേഹം റിസോർട്ടുമായി ചേർന്നുകൊണ്ടുള്ള നിരാമയ ട്രസ്റ്റുമായി ചേർന്ന് രണ്ടുപേരും ഒന്നിച്ച് റിസോർട്ട് ബിസിനസ് നടത്തുകയാണ് ഇവിടെ കണ്ണൂരിൽ. അപ്പോൾ ഇവർക്ക് എന്ത് രാഷ്ട്രീയമാണ്, എന്ത് BJP വിരുദ്ധതയാണ്, എന്ത് സംഘപരിവാർ വിരുദ്ധത? പണത്തിന് വേണ്ടി ആരുമായി കൂട്ടുകൂടാൻ ഒരു മണിയില്ലാത്തവരാണ്. സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്നവരാണ്. അവനവന് വേണ്ടിയല്ലാതെ അവരെന്നെ ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്ന് മുരുകൻ കാട്ടാക്കടയുടെ പാട്ട് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ വളരെ ഉച്ചത്തിൽ പാടിക്കൊണ്ട് ഊറ്റം കൊള്ളുന്നവർ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഫണ്ടാണ് മുഖ്യത്. മാത്രമല്ല ഇവർ പിരിക്കുന്ന ഫണ്ടിനെ കുറിച്ച് കണക്കുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന CPM-ന്റെ രക്തസാക്ഷികൾക്ക് ഇവർ പിരിച്ച ഫണ്ട് നേരിട്ട് കൊടുക്കുന്നില്ല. ഇത് ലോക്കൽ സെക്രട്ടറിയുടെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലിട്ട് അതിൽ നിന്ന് വരുന്ന പലിശയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ധനരാജന്റെ കുടുംബത്തിന് എത്ര പണം കൊടുത്തു എന്ന് ആ കുടുംബം പോലും പറയാൻ ഭയമാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 50 ലക്ഷം രൂപയും ആ കുടുംബത്തിന്റെ അവരുടെ ഭാര്യയുടെ കൈകളിൽ കൊടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ഈ ഫണ്ട് എവിടെയാണ്? ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയാണ് ഇവർ കൊടുക്കുന്നത്. ആ പലിശ പോലും കൃത്യമായി എല്ലാവരും കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയണം.